ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠത്തിന്റെ പേര് നത്തിങ് ട്വൈസ് ബൈ വിസ്ലാവ സിംബോസ്ക. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമുക്ക് പോയിറ്റിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നോക്കാം. വിസ്ലാവ സിംബോസ്ക അറിയപ്പെടുന്ന ഒരു പോളിഷ് പോയറ്റ് ആയിരുന്നു. മാത്രവുമല്ല അവരൊരു എസേയിസ്റ്റ് ആയിരുന്നു. പോളിഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോളണ്ടിലുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പ്രധാനമായിട്ടും പോളിഷ് എന്ന് പറയുന്നത്. വിസ്ലാവ ജനിച്ചത് 1923 ജൂലൈ 2 പ്രൊവന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പ്രൊവന്റ് എന്ന് പറഞ്ഞ സ്ഥലം പോളണ്ടിലെ ഒരു ചെറിയ സ്ഥലമാണ്. ഇനി പ്രധാനമായിട്ടും ട്രേഡ്സ് ആണ് നോക്കാം. ട്രേഡ്സ് എന്ന് പറയുമ്പോൾ അവരുടെ എഴുത്തുകളിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന 3 തരം ഗുണങ്ങളുണ്ട്. അത് ഒന്നാമത് ഇന്റലക്ച്വൽ ഡെപ്ത്. ഇന്റലക്ച്വൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആഴത്തിലുള്ള ഇൻസൈറ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ വിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു വളരെ ആഴത്തിലുള്ള ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ പ്രസിഷൻ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരുന്നു വിസ്ലാവ സിംബോസ്കയുടെ. അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് കോളിംഗ് ഔട്ട് ടു യെറ്റി, സോൾട്ട്, നോ എൻഡ് ഓഫ് ഫൺ, പീപ്പിൾ ഓൺ എ ബ്രിഡ്ജ് ഇവയൊക്കെയാണ് അവരുടെ പ്രശസ്തമായ കുറച്ച് വർക്ക്സ്. നമുക്ക് കവിതയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു കവിതയുടെ തീം നമുക്ക് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട തീം ടൈമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം. മാത്രമല്ല അത് യുണീക്കാണ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട തീം. നമുക്ക് കവിതയിലേക്ക് പോകാം. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് ഇൻ കോൺസിക്വൻസ്. The sorry fact is that we arrive here improvised and leave without the chance to practice. ആദ്യം തന്നെ വിസ്ലാവ പറയുവാണ്, നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അതൊരിക്കലും 2 പ്രാവശ്യം സംഭവിച്ചെന്ന് വരത്തില്ല. ഇൻ കോൺസിക്വൻസ്, ദി സോറി ഫാക്ട് ഇസ് ദാറ്റ് വി അറൈവ് ഹിയർ ഇംപ്രവൈസ്ഡ് ആൻഡ് ലീവ് വിത്തൗട്ട് എ ചാൻസ് ടു പ്രാക്ടീസ്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന നമുക്കറിയാം നമ്മളെല്ലാം ക്രിയേറ്റഡ് ആയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഇംപ്രവൈസ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം ക്രിയേറ്റഡ്, സൃഷ്ടിച്ച അല്ലെ സൃഷ്ടിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം വരും. ആൻഡ് ലീവ് വിത്തൗട്ട് എ ചാൻസ് ടു പ്രാക്ടീസ്. മാത്രമല്ല നമ്മൾ ഈ ലോകം വിട്ടുപോകും. എന്താണ് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കിട്ടാതെയാണ് നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് നിന്ന് പോകുന്നത്. ഇവിടെ റെപ്പറ്റീഷൻ എന്നുള്ളൊരു അർത്ഥമാണ്. വിത്തൗട്ട് എ ചാൻസ് ടു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും എന്താണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതെന്ന് അല്ലേ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന റെപ്പറ്റീഷൻ, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ, if you are the planet's biggest dunce, you can't repeat the class in summer. This course is only offered once. സെക്കൻഡ് സ്റ്റാൻസയിൽ വിസ്ലാവ നമ്മുടെ ലൈഫിനെ ഒരു ക്ലാസ് റൂമുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുക. നമുക്കറിയാം ഇവിടെ മെറ്റഫർ ആണ് യൂസ് ചെയ്യുന്നത്. മെറ്റഫർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ വേറൊരു വസ്തുവായിട്ട് ഈക്വലൈസ് ചെയ്ത് പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ ലൈഫ് ഈക്വൽസ് ടു ക്ലാസ് റൂം, ലൈഫിനെ ഒരു ക്ലാസ് റൂമുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ. ഡംബർ എന്ന വാക്കിന്റെ അർത്ഥം ടെമ്പററിലി അൺഅവൈലബിൾ അല്ലെങ്കിൽ ടെമ്പററിലി അൺഏബിൾ എന്നുവെച്ചാൽ താൽക്കാലികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്നൊരു അർത്ഥമാണ്. ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡൺസ്. ഡൺസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ ലേണർ ആയ വ്യക്തി, ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തി കാണും. അതാണ് ഡൺസ് എന്ന വാക്ക്. ഡൺസ് എന്ന് വെച്ചാൽ സ്ലോ ലേണർ, ഒരു പതുക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പ്ലാനറ്റിൽ തന്നെ വളരെ പതുക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന ആളായിരിക്കാം. You can't repeat the class in summer. This course is only offered once. അപ്പം നമ്മൾ ആദ്യം തന്നെ ഓർത്തിരിക്കണം സെക്കൻഡ് സ്റ്റാൻസയുടെ പ്രധാനപ്പെട്ട ഒരു തീം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈഫിനെ ക്ലാസ് റൂമുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളിപ്പം ഈ ഒരു ലോകത്തിലല്ല ഈ പ്ലാനറ്റിൽ തന്നെ ഒരു വളരെ പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അഥവാ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് സമ്മറിലുള്ള ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മുടെ വേൾഡിലുള്ള ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുവാണ്. നമ്മുടെ ജീവിതമാകുന്ന അല്ലെങ്കിൽ ചൂടേറിയ സാഹചര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഇൻ സമ്മർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണേൽ നമ്മുടെ ലൈഫിന്റെ
വളരെ ഹാർഡായിട്ടുള്ള മൊമെന്റ്സ് നമുക്ക് അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന. നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് ഈ ഒരു ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ ഒരു കോഴ്സ്, അതായത് ഈ കോഴ്സ് എന്ന് വെച്ചാൽ ലൈഫ് എന്ന കോഴ്സ്, ജീവിതം എന്ന കോഴ്സ് ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഓഫർ ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ മൊമെന്റ്സും നിങ്ങൾ എൻജോയ് ചെയ്യുക. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. No two nights will teach what bliss is. In precisely the same way, with precisely the same kisses. അപ്പം ഇവിടെ തേർഡ് സ്റ്റാൻസ് ആയി പറയാണ്, നോ ഡേ കോപ്പീസ് എസ്റ്റർഡേ. നമുക്കറിയാം ഒരു ദിവസവും മറ്റൊരു ദിവസത്തെ കോപ്പി ചെയ്യുന്നില്ല. ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമാണ്, ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം. നമ്മൾ ചിലപ്പോൾ നമുക്ക് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ട് തോന്നും, പക്ഷേ എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ നൈറ്റ്സ്, നമുക്ക് നൈറ്റ്സ് എന്ന് പറയുമ്പം എന്താണ് സെയിം പോലെ അല്ലെ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ ഡിഫറെൻറ്റ് നൈറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ, വിത്ത് പ്രിസൈസ്ലി ദി സെയിം കിസ്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കവിത നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരും. കൺഫ്യൂഷൻസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് വിസ്ലാവ കുറേ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയെല്ലാം പറയാൻ ശ്രമിക്കുന്നത് ഒരു കാര്യവും സിമിലർ അല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ഓരോ മൊമെന്റ്സും നമ്മൾ അതുകൊണ്ട് വളരെ പ്രഷ്യസ് ആയിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു തീമാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റാൻസ മുതൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നതാണ് ഈ ഒരു ഭാഗത്ത്. ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ, ഇതേപോലെ തന്നെ. പ്രിസൈസ്ലി എന്ന് പറയുമ്പം ആക്യുറേറ്റ്ലി അല്ലെങ്കിൽ എക്സാക്ട്ലി എന്നുള്ള ഒരു അർത്ഥമാണ്. ഇതേപോലെ തന്നെ. ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ, വിത്ത് പ്രിസൈസ്ലി ദി സെയിം കിസ്സസ്. അപ്പം മുകളിൽ നമ്മൾ പറഞ്ഞു ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഡേയ്സ് എന്ന് കേൾക്കുമ്പം ഒരുപക്ഷെ സിമിലർ ആണെന്ന് തോന്നും, പക്ഷേ എല്ലാ ഡേയ്സും ഒരുപോലല്ല, ഡിഫറെൻ്റ് ആണ്. അതേപോലെ നൈറ്റ്സിൻ്റെ കാര്യം, നൈറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സിമിലർ ആണെന്ന് തോന്നും, പക്ഷേ എല്ലാ നൈറ്റ്സും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ വിത്ത് പ്രിസൈസ്ലി ദി സെയിം കിസ്സസ്, അതേപോലെ തന്നെ സെയിം കിസ്സസ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് കിസ്സിന്റെ കാര്യം പറയാൻ നമുക്ക് ഒരുപക്ഷെ ഡൗട്ട് അടിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് വിസ്ലാവ ഒരു വ്യക്തിക്ക് തന്റെ ലവറിനോടുള്ള ഫീലിങ്സിനെ പറ്റി ഇല്ലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട്, അപ്പൊ ഇവിടെയെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരിക്കലും ലവർ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസിനെ പറ്റി ഒന്നും അല്ല വിസ്ലാവ പറയാൻ ശ്രമിക്കുന്നത്, മറിച്ച് ടൈമിനെ പറ്റിയാണ് വിസ്ലാവ പറയാൻ നമ്മളോട് ശ്രമിക്കുന്നത്. ഇവിടെ പറയണം അതേപോലെ തന്നെയാണ് കിസ്സസും. അപ്പോൾ ഒരു തവണത്തെ അതേപോലെ ആയിരിക്കത്തില്ല മറ്റൊരു തവണത്തെ കിസ്, ഡിഫറെൻ്റ് ആയിരിക്കും. സിമിലർ ആണെന്ന് തോന്നും, പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മുടെ ഇമോഷൻസിനെയാണ് കാണിക്കുന്നത്. വൺ ഡേ പെർഹാപ്സ് സം ഐഡൽ ടങ് മെൻഷൻസ് യുവർ നെയിം ബൈ ആക്സിഡന്റ്. I feel as if a rose were flung into the room, all hue and scent. അപ്പം ഇനി അടുത്ത ഫോർത്ത് സ്റ്റാൻസ് ആയാലും വീണ്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു ദിവസം ഏതെങ്കിലും ഒരു ഐഡൽ ടങ്, ഐഡൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലേസി എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം, ഒരു വ്യക്തി നിങ്ങളുടെ പേര് അവിചാരിതമായിട്ട് പറയാന്നിരിക്കട്ടെ, നിങ്ങളുടെ പേര് അവിചാരിതമായി പറയുക ആണ്. ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് മറ്റുള്ളവർ നമ്മളെ പരാമർശിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും അല്ലെ. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെർ ഫ്ലങ് ഇൻ ടു ദി റൂം, ഓൾ ഹ്യൂ ആൻഡ് സെന്റ്. അപ്പം നമ്മുടെ ലൈഫിലെ ഓരോ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്, ഇവിടെ പറയുന്ന ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ പേര് ഇപ്പോൾ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് പറഞ്ഞിരിക്കട്ടെ എന്താണ്, അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു റോസ പുഷ്പം എന്താണ് ഒരു മുറിക്കുള്ളിലേക്ക് ഫ്ലങ് ചെയ്യുക. ഫ്ലങ് എന്ന് വെച്ചാൽ വളരെ ശക്തിയോടുകൂടി എറിയുക, എന്താണ് ത്രോ ഫോഴ്സ്ഫുള്ളി എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെയെല്ലാം ഓൾ ഹ്യൂ ആൻഡ് സെന്റ്. ഹ്യൂ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കളർ അഥവാ ഷെയ്ഡ് എന്നൊക്കെ പറയും. മാത്രമല്ല അവിടെയെല്ലാം ഒരു പ്ലസന്റ് സ്മെല്ലും കൊണ്ട് നിറയും. ഇനി നമുക്ക് നെക്സ്റ്റ് ആൻസറിലോട്ട് പോകാം. The next day, though you are here with me, I can't help looking at the cloak. A rose, a rose. What could that be? Is it a flower or a rock? അപ്പം ഇവിടെ പറയുകയാണ് തലേദിവസത്തെ എക്സ്പീരിയൻസിൽ എന്താണ് ഉണ്ടായത്, ഒരു മുറിക്കകത്ത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ല് നിറയുന്നു, റോസ് എന്താണ് അവിടെ റോസ് എറിയുന്നത് അതൊക്കെ കാണുന്നുണ്ട്. ഒക്കെ അവിടെ എന്ന് വെച്ചാൽ നമുക്കൊരു എക്സാക്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ദോ യു ആർ ഹിയർ വിത്ത് മീ, ഐ കാൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എനിക്ക് ഒരിക്കലും എന്താണ് ക്ലോക്കിൽ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. ക്ലോക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ടൈമിനെയാണ്. കാര്യം എ റോസ്, എ റോസ്. അപ്പൊ തലേദിവസം എന്താണ് ഒരു റോസ് ആണ്
റോസിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തത്. അവിടെ റോസ് ആണോ? വാട്ട് കുഡ് ദാറ്റ് ബി? അത് എന്തായിരിക്കും? ഇസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? പിറ്റേ ദിവസം ആയപ്പം തലേദിവസം ഉണ്ടായ ആ ഒരു റോസ് പിറ്റേ ദിവസം എന്തായി? ഡൗട്ട് വരികയാണ്. അതൊരു ഫ്ലവർ ആണോ അതോ ഒരു എന്താണ് പാറയാണോ അല്ലെ പാറ കഷ്ണമാണോ? വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ലൈഫിലെ ഓരോ മൊമെന്റ്സും ആണ്. തലേ ദിവസം വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നിയ കാര്യം പിറ്റേ ദിവസം പോയിട്ട് ഡൗട്ട് തോന്നുകയാണ്. എന്താണ്? റോസ്, അതൊരു റോസ് ആണോ? വാട്ട് കുഡ് ദാറ്റ് ബി? ഇസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? എന്താണ്? അതൊരു പുഷ്പമാണോ അതോ ഒരു പാറക്കഷ്ണമാണോ? അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലെ? ഇവിടെ എന്തിനാ ഇതിനൊക്കെ പറയുന്നത്? പക്ഷെ ആ ബിസ്ലാവയുടെ വളരെ കീൻ ആയിട്ടുള്ള ഇന്റലിജൻസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആഴത്തിലുള്ള ഇൻസൈറ്റ് ആണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേ ഇമേജസും മെറ്റഫറും ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ? അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുകളിൽ കണ്ടു കുറെ ഇമോഷൻസ് കണ്ടു അല്ലെ? ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ നമ്മൾ കണ്ടു അല്ലെ? വികാരങ്ങൾ എങ്ങനെയൊക്കെയായി? ഒരു ദിവസം നല്ലതായിട്ടായിരിക്കും, പിറ്റേ ദിവസം നമുക്കത് വേറെ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പറയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലീറ്റിംഗ് എന്ന് വെച്ചാല് നമ്മൾ പറയത്തില്ലേ എന്താണ് നൊടിയിടയിൽ അല്ലെ പെട്ടെന്ന് പോകുന്ന അല്ലെ? ദിവസം എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ 24 hours ആണ് ഒരു ഡേ എന്ന് നമുക്കറിയാം. പക്ഷെ ആ 24 hours എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പാഞ്ഞു പോകുന്നു അല്ലെ? കണ്ണിമയ്ക്കുന്നിടയിൽ എന്താ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നാണ് എന്താണ് ഒരു ദിവസം. നമ്മൾ എന്തുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലീറ്റിംഗ് ഡേ, പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഈ ഒരു ഡേയെ വളരെ ഭയത്തോടും വളരെ ദുഃഖത്തോടും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അത്ര പെട്ടെന്ന് ഒരു 1 hour എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് പെട്ടെന്നാണ് പോകുന്നത് അല്ലെ? അതിനകത്തെ ഓരോ സെക്കൻഡും എന്ത് സ്പീഡിലാണ് പോകുന്നത്, എന്ത് പെട്ടെന്നാണ് എല്ലാം മാഞ്ഞു പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലീറ്റിംഗ് ഡേ അല്ലെങ്കിൽ പെട്ടെന്ന് പാഞ്ഞു പോകുന്ന ഈ ഒരു ദിവസത്തെ, നമ്മളെ ഈസിലി പോകുന്ന ഈ ഒരു ദിവസത്തെ എന്തുകൊണ്ടാണ് വളരെ ഭയത്തോടും വിഷമത്തോടും കൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. അപ്പം എന്താണ് ആ ഒരു ഡേയുടെ നേച്ചർ അല്ലെ? പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ടു സ്റ്റേ. ഒരിക്കലും ഒരു ദിവസം ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ നാളെ രാവിലെ ആയില്ലായിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടെ ഉറങ്ങായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ലല്ലേ? എന്താണ് അതിന്റെ പ്രകൃതം എന്ന് പറയുന്നത്? ഒരു ഡേയുടെ പ്രകൃതം എന്ന് വെച്ചാൽ അത് രാത്രിയായാൽ പകലാവും, പകലായാൽ രാത്രിയാവും. അതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല, മാറിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. അതിന്റെ പ്രകൃതത്തിൽ തന്നെ ഉണ്ട്, അതൊരിക്കലും നിൽക്കുന്നതല്ല. നോട്ട് ടു സ്റ്റേ. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. നമുക്കറിയാം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ദിവസം കഴിഞ്ഞു, പിന്നെ അടുത്ത നാളെ ആവുകയാണ്. അപ്പൊ ഒന്നും തന്നെ എന്താണ് നോട്ട് ടു സ്റ്റേ, ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല. With smiles and kisses, we prefer to seek accord beneath our star. Although we are different, we conquer just as 2 drops of water are. ഇവിടെ പറയുകയാണ് വിത്ത് സ്മൈൽസ് ആൻഡ് കിസസ്. അപ്പൊ മോളി പറഞ്ഞല്ലേ കുറെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിനെ പറ്റി, ഇമോഷൻസിനെ പറ്റി ഈ മുകളിൽ വിസ്ലാവ പറയുന്നുണ്ട്. വി പ്രിഫർ ടു സീക്ക് എക്കോർഡ് ബിനീത് അവർ സ്റ്റാർ. അപ്പം എക്കോർഡ് എന്ന വാക്കിന്റെ അർത്ഥം ടു മേക്ക് എഗ്രി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമായിട്ടോ നമ്മൾ എഗ്രി ചെയ്യുന്നതിനാണ് എക്കോർഡ് എന്ന് പറയുന്നത്. ടു സീക്ക് എഗ്രി ബിനീത് അവർ സ്റ്റാർ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തുള്ള. ഓൾദോ വി ആർ ഡിഫറെന്റ് വി കോൺകർ. കോൺകർ എന്ന് വെച്ചാല് എന്താണ്? എഗ്രി അല്ലെ? ഹാവിങ് ദ സെയിം ഒപ്പീനിയൻ. നമ്മളെ ഒരുപക്ഷെ കണ്ടു കഴിഞ്ഞാല് സിമിലർ ആണ് അല്ലെങ്കിൽ സെയിം ആണെന്ന് തോന്നും, പക്ഷേ എന്താണ്? വി ആർ ഡിഫറെന്റ് just as 2 drops of water are. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു ഓഷ്യനകത്തെ 2 drops of water, നമ്മൾ ഓർക്ക് ഈ 2 drops of waterന് എന്തുവാ ഇത്ര വ്യത്യാസം അല്ലെ? ഒരേപോലെ തന്നെയാണല്ലോ 2 drops ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ വിസ്ലാവ പറയുവാണ് എന്താണ്? സംടൈംസ് നമുക്ക് തോന്നും അത്, സംടൈംസ് എന്നല്ല, നമുക്ക് തോന്നും സിമിലർ ആണെന്ന്, പക്ഷെങ്കിൽ എന്താണ്? വി ആർ ഡിഫറെന്റ്.
എന്തുപോലെ ഡിഫറെന്റ് ആണ്. ഒരു വലിയൊരു സമുദ്രത്തിലെ രണ്ട് വെള്ളത്തുള്ളികൾ പോലെ. വെള്ളത്തുള്ളികൾ കണ്ടാൽ സിമിലർ ആണെന്ന് തോന്നും, പക്ഷെങ്കിൽ അതും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ വെസ്ലാവ സിംബോർസ്ക പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ മൊമെന്റ്സും യുണീക്ക് ആണ്. ഇപ്പോഴുള്ള മൊമെന്റ് ആയിരിക്കത്തില്ല അടുത്തുണ്ടാവുന്ന മൊമെന്റ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഓർക്കോ, നമ്മൾ പറയുമോ ലൈഫ് ഇസ് ഓൾവേസ് ദ സെയിം എന്ന് പറയും, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ലൈഫ് എന്ന് പറയുന്ന ഈച്ച് മൊമെന്റും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വളരെ ഈസി ആയിട്ട്, അത് എന്താണ് പെട്ടെന്ന് പോകുന്നതാണ്, ഈസിലി ആയിട്ട് അത് ഒരു ദിവസം പെട്ടെന്ന് പോകുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. നമ്മൾ ഓരോ മൊമെന്റും യുണീക്ക് ആണ്, അത് നമ്മൾ എൻജോയ് ചെയ്യുക. ഇതാണ് ഈ ഒരു കവിതയ്ക്കകത്തൂടെ വെസ്ലാവ സിംബോർസ്ക നമുക്ക് നൽകുന്ന ഒരാശയം. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു സമ്മറി കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു കവിത വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.